ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എങ്കിലും എക്സാമിൻ്റെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയെന്നറിയാം. അപ്പോൾ ആ ടെൻഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്റ്റഡി ടൈം യൂസ് ചെയ്ത ഒരു 5 സ്റ്റഡി ടിപ്സിനെ പറ്റി പറയാനാട്ടോ വന്നത്. ഈ ശനിയാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇടുന്നതാണ്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാട്ടോ ഇന്നത്തേക്ക് ആക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളും കോളേജുമായിട്ട് ടോട്ടൽ ഒരു 16 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 10 കൊല്ലമെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ് ആട്ടോ ഇത്. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾക്ക് എക്സാം എഴുതുന്നോടം വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 5 ടിപ്സാണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആട്ടോ. ഈ ടൈം മാനേജ്മെൻറ്റിൽ നമുക്കിപ്പോൾ സ്റ്റഡി ടൈമായിട്ട് ഒരു 10 ദിവസം കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പഠിക്കാൻ ഒരു 5 സബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. ഈ 5 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് 2 ദിവസം വെച്ച് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചെങ്കിൽ ആ 2 ദിവസം നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെ ഫ്രണ്ട്സ് അല്ലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാം. ഇനി ഈ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത സബ്ജക്റ്റാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് നമുക്കിപ്പോൾ ആദ്യത്തെ ആ സയൻസ് സബ്ജക്റ്റ് ഈ 2 ദിവസം കൊണ്ട് തീർന്നില്ല, കുറച്ച് ടോപ്പിക്സും കൂടി പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റിനെ നീട്ടിക്കൊണ്ട് പോകരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്സാണ് വെച്ച് വരുന്നത്. അപ്പോൾ മാത്സിന് പഠിക്കാൻ 2 ദിവസമുള്ളിൽ ഒരു ദിവസം വീണ്ടും ആ സയൻസ് സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഒരു ദിവസമാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പിന്നെ മുന്നോട്ട് പോകും തോറും നമ്മുടെ ദിവസം എല്ലാം കണക്ക് തെറ്റും. പിന്നെ ലാസ്റ്റ് വരുമ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് തുറന്ന് നോക്കാനേ ടൈം കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം ഓരോ സബ്ജക്റ്റിന് വേണ്ടി കൊടുത്തെങ്കിൽ ആ സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ വെച്ച ദിവസം മാത്രം പഠിക്കുക. അല്ലാണ്ട് വേറെ സബ്ജക്റ്റ് ആ ഒരു ദിവസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഇപ്പോൾ സയൻസിൽ നിങ്ങൾ പഠിക്കാൻ എടുത്തപ്പോൾ മൊത്തം 6 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 6 എണ്ണത്തിൽ നിങ്ങൾക്ക് 5 എണ്ണം പഠിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. അത് സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ടൈം കിട്ടുന്ന ടൈമിൽ ആ സ്കിപ്പ് ചെയ്ത പോർഷൻ നോക്കിയാൽ മതി. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ വേറെ സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെച്ചതിലേക്ക് വേറെ സബ്ജക്റ്റും കൂടെ കയറ്റി ആകെ കുളമാക്കരുത്. ഇനി 2-ാമത്തെ ടിപ്പാണ് വെൻ ടു സ്റ്റഡി. എപ്പോൾ പഠിക്കണം. നമുക്കിപ്പോൾ സ്റ്റഡി ടൈമാണ്, അപ്പോൾ ഒരു ദിവസം ഫുള്ളും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡേ ടൈം ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും, മോർണിംഗ് ഉണ്ടാവും. എനിക്കിതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ടൈം മോർണിംഗ് ആണ്. അതും ഏർലി മോർണിംഗ്. കാരണം പറയാം, ഞാൻ കോളേജിൽ പഠിച്ച ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുള്ളായത്. എൻ്റെ കോളേജും വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഞാൻ രാവിലെ ഒരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം കോളേജിൽ പോകണമെങ്കിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് 5 മണിക്കോ അല്ല 5:30ക്കോ ഏറ്റു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ടൈം കിട്ടില്ല. സോ ഞാനൊരു 3:30 അല്ല 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പഠിക്കുന്ന കാര്യം ചിലപ്പോൾ ഞാൻ തലേദിവസം രാത്രി അല്ലെങ്കിൽ പകൽ 1 മണിക്കൂർ എടുത്ത് പഠിച്ച ഒരു ടോപ്പിക്ക് ഞാൻ രാവിലെ പഠിക്കുകയാണെങ്കിൽ അതൊരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് പഠിച്ചു തീരാൻ പറ്റും. ആ പഠിച്ച സംഭവം എക്സാമിന് ഓർമ്മയുണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഷാർപ്പായിട്ട് ഇരിക്കുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ രാവിലെ ടൈമാണ്. എന്നോർത്ത് നിങ്ങൾ 3 മണിക്ക് അല്ലെ 3:30ക്ക് എണീക്കണം എന്ന് ഞാൻ പറയില്ല. എപ്പോഴാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്ന ടൈം. ഇപ്പോൾ 8 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു 5 മണിക്ക് അല്ലെങ്കിൽ 5:30ക്ക് എണീറ്റാലും മതി. പിന്നെ നിങ്ങളിപ്പോൾ എക്സാമിൻ്റെ ദിവസം രാവിലെ എണീക്കുകയാണെങ്കിൽ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നേക്കാളും ബെറ്റർ നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച ആ ടോപ്പിക്കിനെ ഒന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതിയാവും. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മൾ മോർണിംഗും റിവിഷൻ ചെയ്യുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ പഠിക്കുന്ന കാര്യം ഓർമ്മയുണ്ടാവും. ഇനി 3-ാമത്തെ ടിപ്പാണ് വാട്ട് ടു സ്റ്റഡി. എന്ന് വെച്ചാൽ എന്താണ് പഠിക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു 6 ചാപ്റ്ററുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പുറകിൽ നിന്ന് മുന്നോട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ ആദ്യം 6-ാമത്തെ ചാപ്റ്റർ, പിന്നെ 5, 4 അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി അങ്ങനെയല്ല ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് കണക്ട് ചെയ്ത് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പഠിക്കുമ്പോൾ കിട്ടുന്ന പ്ലസ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലുള്ള മിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു പാസ് മാർക്കെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആദ്യമേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ കിട്ടും. എങ്കിലും നിങ്ങൾക്ക് ഏതാണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതും ഇതും ഇല്ലെന്നാക്കരുത് കേട്ടോ.
പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം രാവിലെ നേരത്തെ എണീറ്റെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം, ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നമുക്കൊരു എക്സാം ദിവസമാണെങ്കിൽ ഒരു ദിവസം എന്തായാലും ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അവധിയുള്ള ദിവസം ഇച്ചിരി താമസിച്ചേറ്റാൽ മതി. പിന്നെ എക്സാം ഉള്ള ദിവസം ഒരു ഇത്തിരി നേരത്തെ എണീറ്റു ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. നല്ലപോലെ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് കൂളായിട്ട് പോയി എക്സാം എഴുതുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്കിനി 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ്, ഹൗ ടു സ്റ്റഡി. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മിക്ക ചാപ്റ്റേഴ്സിലും നമുക്ക് ഡയഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ പിക്ചർ വരയ്ക്കുന്നതിന് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ടോപ്പിക്കിലുള്ള ഡയഗ്രാം നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുക. അത് പഠിക്കുമ്പം ഒരിക്കലും നമ്മളിങ്ങനെ പഠിക്കരുത്. പഠിക്കാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്, ഈ പേപ്പർ എടുത്ത് വരയ്ക്കാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എയറിലിങ്ങനെ കണക്ക് കൂട്ടും. മാത്സ് ആണെങ്കിൽ അത് കണക്ക് കൂട്ടും, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പടം വരച്ച് മനസ്സിൽ പടം വരച്ച് വെക്കും. പക്ഷേ എക്സാം ടൈമിൽ അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ അന്തരീക്ഷത്തിൽ വരച്ച് പഠിക്കരുത്. ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഡയഗ്രാം വരച്ച് അതിലുള്ള പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ലേബൽ ചെയ്ത് പഠിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ടൈമിൽ അത് ഓർമ്മയുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സോഷ്യൽ സയൻസിൽ നമുക്കൊരു ടോപ്പിക്കുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വാർ നടന്ന ടൈമാണെന്ന് വെച്ചോ. അപ്പോൾ ഒരു യുദ്ധത്തെ പറ്റി നമുക്കൊരു എസ്സേ വരുവാണ്. അപ്പോൾ നമുക്ക് അത് ഫുള്ള് പഠിക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു 2 പേപ്പർ കാണും. അത് ഫുള്ള് ഇരുന്ന് പഠിച്ചിട്ട് പോയി എക്സാം എഴുതാൻ നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്കൊരു ടോപ്പിക്കിനെ 5 പോയിൻ്റ് എടുത്തിരിക്കാം. ഇപ്പം നമ്മളൊരു യുദ്ധത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത ടൈം, പിന്നെ അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേര്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് മാത്രം പഠിച്ചാൽ മതി. പിന്നെ 3ാമത്തെ പോയിൻ്റായിട്ട് അതിന് റീസൺ, ഒരു യുദ്ധം തുടങ്ങുന്ന ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ റീസൺ. പിന്നെ 4ാമത്തെ പോയിൻ്റ് അത് അവസാനിച്ച വർഷം, എൻഡ് ഡേറ്റ്. പിന്നെ 5ാമത്തെ പോയിൻ്റ് റിസൾട്ട്, ആ യുദ്ധത്തിൻ്റെ അവസാനം റിസൾട്ട് എന്തായിരുന്നു. ഈ 5 പോയിൻറ്റും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളൊരു 10 പോയിൻ്റ് എഴുതിയാൽ അതിൽ ആദ്യത്തെ 5 പോയിൻ്റ് ഇതായിരിക്കണം. സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ്, അതിനുണ്ടായിരുന്ന റീസൺ, അതിൻ്റെ എൻഡ് ടൈം, പിന്നെ ആ ഒരു യുദ്ധത്തിൻ്റെ റിസൾട്ട്. ഇത് 5 നമ്മൾ 5 പോയിൻ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് നോക്കുന്ന ടീച്ചർമാർ എന്തായാലും പറയും, ഓ ഈ കുട്ടിക്ക് ഈ ടോപ്പിനെ പറ്റി നല്ലപോലെ അറിയാം. പിന്നെ നമ്മൾ ആ 5 പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ പോയിൻ്റ് ഒന്നും അവർ വായിച്ചു നോക്കാനേ പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു ടീച്ചറിന് ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 25 പേപ്പർ ഒരു ദിവസം നോക്കാനുണ്ടെന്ന് വിചാരിച്ചു കുട്ടിയുടെ. അപ്പോൾ ഒരു 30 പേപ്പർ ഉണ്ടെങ്കിൽ അതിലൊരു 10 പോയിൻ്റ് വെച്ച് എഴുതിയാൽ 300 പോയിൻറ്റ്സ് ഒരു ആൻസർ ഷീറ്റ് തന്നെ നോക്കേണ്ടി വരും. മീൻസ് ടോട്ടൽ ഒരു 300 പോയിൻറ്റ്സ് ഒരു ക്വസ്റ്റ്യന് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതൊന്നും ഒരു ടീച്ചർമാർ ഇരുന്ന് വായിക്കാൻ പോകുന്നില്ല. നമ്മളൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനൊരു ഡയഗ്രാം വരച്ച് അറിയാവുന്ന 5 പോയിൻറ്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 10 മാർക്കിൻ്റെ ആയാലും മിസ്മാർ നമുക്ക് 10 മാർക്ക് ഇട്ട് തരും. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡയഗ്രാം ഉണ്ടെങ്കിൽ അത് വരച്ച് തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിൻറ്റ്സ് ആക്കി എഴുതുക. ഇനി എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കിനെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ എല്ലാ ചാപ്റ്റേഴ്സും വരിക, അതിനെ ഒന്ന് മലയാളത്തിലേക്കാക്കി പഠിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കഥ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യുദ്ധത്തെ പറ്റി പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ആ യുദ്ധത്തെ ഒന്ന് മലയാളത്തിലേക്കാക്കി പഠിക്കുക. എന്നിട്ട് എക്സാമിൻ്റെ ടൈമിൽ അതിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു +1 +2 പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് കാണും എന്നോർത്ത് പേടിക്കണ്ട. നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ ആശയം ഉണ്ടായാൽ മതി. നിങ്ങളുടെ ആൻസർ കറക്റ്റായാൽ മതി. അത് വായിക്കുന്ന ടീച്ചർമാർക്ക് മനസ്സിലാവും. അപ്പോൾ ആശയം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അഥവാ ഗ്രാമർ എന്താണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് തന്നെ മാക്സിമം പോയാൽ ഒരു 1/2 മാർക്ക് അല്ല 1 മാർക്ക് ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിന് മാർക്ക് കുറയ്ക്കുള്ളൂ. ആശയം ഉണ്ടെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതി, ഗ്രാമർ മിസ്റ്റേക്ക് മാത്രമേ പ്രശ്നമുള്ളെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 4.5 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ഹൗ ടു പ്രസൻറ്റ് ആൻസേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ പേപ്പർ
എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നീറ്റാണ്. നീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ഒരു ആൻസർ എഴുതി അത് എഴുതി വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതൊന്ന് വെട്ടിക്കളയും. വെട്ടുമ്പം ജസ്റ്റ് ഒരു വര ഇട്ടാൽ മതി, അല്ലാണ്ട് ആ ആൻസറിൻ്റെ മേലെ ചറപിറാന്നിങ്ങനെ വെട്ടി കുത്തി ഇടരുത്. അത് കാണുമ്പം തന്നെ നമ്മുടെ പേപ്പർ നോക്കുന്ന ടീച്ചർമാർക്ക് ഉണ്ടാകുന്നൊരു ഇമ്പ്രഷൻ വെച്ചാൽ ഇവനൊന്നും അറിയില്ല, എല്ലാം ഇങ്ങനെ തെറ്റി വരച്ച് എഴുതി വെച്ചേക്കാവുന്ന ഒരു ഇമ്പ്രഷൻ വരും. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നതാണല്ലോ ബെസ്റ്റ് ഇമ്പ്രഷൻ. അപ്പോൾ നമ്മൾ പേപ്പർ നോക്കാൻ എടുക്കുമ്പം തന്നെ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഒരു വൃത്തി ഉണ്ടെങ്കിൽ തന്നെ ആ പേപ്പർ നോക്കുന്ന ടീച്ചർമാർക്ക് ആ പേപ്പർ നോക്കാനൊരു സന്തോഷം ഉണ്ടാവും. നമുക്ക് അതുവഴി എന്താ പറയുക കുറച്ച് മാർക്ക് എക്സ്ട്രാ കിട്ടാനുള്ളൊരു ഇതും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് എക്സാം എഴുതി പരിചയമുള്ളതുകൊണ്ട് പറയുന്നു കേട്ടോ ഞാൻ. അപ്പം അതൊന്ന് നോക്കുക. നീറ്റ്നെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് വരുന്നതാണ് ഹാൻഡ് റൈറ്റിങ്. ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ച് എല്ലാവർക്കും ഒരേപോലെ ഒരേ സ്റ്റൈലിലൊന്നും എഴുതാൻ പറ്റില്ല. അപ്പം മാക്സിമം വൃത്തിയായിട്ട് എഴുതാൻ നോക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ള മൂന്നാമത്തെ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുക്കുക. നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ നമ്പറല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എത്ര വൃത്തിയായിട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും മാർക്ക് കിട്ടില്ല, നമ്മുടെ ഫുൾ മാർക്കും പോയി. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും കാണും. അതിലേതെങ്കിലും ഒരു പാർട്ട് നമുക്ക് നല്ലപോലെ അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എ പാർട്ട് അറിയത്തില്ല, ബി പാർട്ട് അറിയാം. പക്ഷെ നമ്മൾ എ പാർട്ടിന് നമ്പർ ഇട്ടിട്ട് ബി പാർട്ടിൽ ആൻസർ എഴുതിയെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും പോകും. അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാൻ ഓർക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് പല പാർട്ടായിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ബി സി ഡി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഡി സെക്ഷനിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ ഡി സെക്ഷൻ 40 മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ ആ 40 മാർക്കിൽ നിന്ന് ഒരു 30 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അയക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പഠിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ. ഞാൻ ആദ്യം എഴുതുന്ന ഡി പാർട്ടായിരിക്കും, പിന്നെ സി ബി എ അങ്ങനെയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനും പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഡി പാർട്ട് എഴുതുമ്പോൾ ഒരു 40 മാർക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് അറിയാൻ മേലാത്ത എല്ലാം കൂടെ മാർക്ക് കളഞ്ഞിട്ട് ഒരു 30 മാർക്കിൻ്റെ ആൻസർ എഴുതിയെന്ന് വെക്കുക. അപ്പം നമുക്കവിടെ ഒരു 30 മാർക്ക് കിട്ടി. ഇനി സി പാർട്ടിലേക്ക് വരുമ്പോൾ 30 മാർക്ക് ടോട്ടൽ ഉണ്ടെങ്കിൽ അതിലൊരു 20 മാർക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഈ രണ്ട് പാർട്ടും കൂടെ ആകുമ്പം 30ഉം 20ഉം എനിക്ക് 50 മാർക്കായി. അപ്പോൾ പാസ് മാർക്കായി 100-ൽ. ഇനി നമ്മൾ ബിയും സിയും എഴുതുമ്പം അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 10 മാർക്കും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 75 മാർക്കായി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ചാടി കയറി തന്നെ ഇപ്പം എ പാർട്ട് എഴുതി അതിന് കുറേ എ പാർട്ടിലാകെ നമുക്കിപ്പം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് വെച്ചു, അതിന് കുറേ ടൈം എടുത്ത് ആലോചിച്ച് ചുമ്മാ ആവശ്യത്തിൽ കൂടുതൽ എഴുതി വെച്ചാൽ നമുക്ക് അവസാനം ഡി പാർട്ട് എഴുതാനുള്ള ടൈം കിട്ടില്ല. അപ്പം നമുക്കവിടെ ജസ്റ്റ് പാസ്സാകാനുള്ള ചാൻസ് പോലും നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിവിടെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഒരു 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനും ഇപ്പോൾ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓരോ പാർട്ടിനെയും നമുക്ക് ഓരോ ടൈം കൊടുത്ത് ഡിവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പാർട്ട് ഡി എടുക്കുകയാണെങ്കിൽ അതിനൊരു 1.5 മണിക്കൂർ, സിക്കൊരു 45 മിനിറ്റ്, ബിക്കൊരു 25 മിനിറ്റ്, എക്കൊരു 15 മിനിറ്റ്. അങ്ങനെ നമുക്ക് 3 മണിക്കൂറുള്ള ഒരു എക്സാമിനെ ഡിവൈഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കിട്ടും. അത് നമുക്ക് നമ്മുടെ ആൻസർ പേപ്പറിൽ നമ്പറൊക്കെ ഇട്ടിരിക്കുന്നത് കറക്റ്റാണോ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഡി പാർട്ടിൽ 1.5 മണിക്കൂർ കൊണ്ട് ഇപ്പം നമുക്കൊരു 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ പ്ലാൻ ചെയ്ത 4 ക്വസ്റ്റ്യൻസിൽ എനിക്ക് 3 എണ്ണമാണ് എഴുതി തീർക്കാൻ പറ്റിയത്. അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാനുള്ള ടൈം കിട്ടില്ല. അപ്പം ഞാൻ എക്സ്ട്രാ ഉള്ള ടൈം എടുക്കാണ്ട് ആ ക്വസ്റ്റ്യൻ അവിടെ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ബാക്കി 45 മിനിറ്റിൽ സി പാർട്ട് എഴുതും. അങ്ങനെ ഞാൻ ഓരോ പാർട്ടിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടും. ലാസ്റ്റ് എന്നിട്ട് മാക്സിമം പെട്ടെന്ന് എഴുതി തീർക്കാൻ നോക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടുമ്പോൾ ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണോ അതിന് ഞാൻ ആൻസർ ചെയ്യും. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് 4 ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് വീണ്ടും ഞാൻ അടുത്ത പാർട്ടിന് വേണ്ടി മാറ്റി വെച്ച ടൈമിൽ നിന്ന് ഞാൻ ഈ പാർട്ടിലേക്ക് വീണ്ടും ടൈം ആഡ് ചെയ്ത ലാസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു എ പാർട്ടാണെങ്കിൽ അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എഴുതാൻ ട്രൈ ചെയ്യുക. എന്തായാലും നമ്മൾ 5 മിനിറ്റ് നമ്പേഴ്സ് നോക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 5 മിനിറ്റ് നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓർത്ത് പേടിക്കണ്ട.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സാം ടിപ്സ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എക്സാം ഒന്നിൻ്റെ അവസാനമല്ല, ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് ഒരു എക്സാം ഫെയിലായെന്നോർത്ത് എൻ്റെ ജീവിതം അവിടെ തീർന്നെന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല. നമുക്ക് ഇനി എക്സാം എഴുതാനും പാസ്സാവാനും ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി പഠിക്കുക. പേരൻസ് വഴക്ക് പറയും എന്നോർത്ത് പഠിക്കരുത്. എനിക്ക് വേണ്ടി, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി പഠിക്കുന്ന എന്ന ബോധ്യത്തോടു കൂടി പഠിച്ച് പോയി എക്സാം എഴുതാം കേട്ടോ. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.